വി.ഡി. സതീശൻ മന്ത്രിസഭയിലേക്ക് കൊടുങ്ങല്ലൂർ എം.എൽ.എ. ഒ.ജെ. ജനീഷും. സംസ്ഥാന യുവജനക്ഷേമ വകുപ്പാണ് ഒ.ജെ. ജനീഷിനായി നീക്കിവച്ചിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റിട്ട തൃശൂർ ജില്ലയിൽ വിഭാഗീയത തുടർക്കഥ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ DCCക്ക് കടുത്ത വീഴ്ചയുണ്ടായെന്നും പ്രവർത്തകർ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനമനുസരിച്ച് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വി.ഡി. സതീശൻ മന്ത്രിസഭയിലേക്ക് കൊടുങ്ങല്ലൂർ എം.എൽ.എ. ഒ.ജെ. ജനീഷും. സംസ്ഥാന യുവജനക്ഷേമ വകുപ്പാണ് ഒ.ജെ. ജനീഷിനായി നീക്കിവച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായാണ് മന്ത്രിപദത്തിലേക്ക് ഒ.ജെ. ജനീഷിന് തുണയായത്. നാളെ വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ഏറ്റവും ഒടുവിൽ വമ്പൻ സർപ്രൈസുകളുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷിൻ്റെയും കൽപ്പറ്റ എം.എൽ.എ. ടി. സിദ്ദിഖിൻ്റെയും പേരുകൾ മന്ത്രിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന യുവജനക്ഷേമ വകുപ്പാണ് ഒ.ജെ. ജനീഷിനായി നീക്കിവച്ചിരിക്കുന്നത് എന്നറിയുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതാണ് മന്ത്രിപദത്തിലേക്ക് ഒ.ജെ. ജനീഷിന് തുണയായത്. നാളെ വി.ഡി. സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധനവകുപ്പും തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യും. മന്ത്രിസഭയിലെ രണ്ടാമനായ രമേശ് ചെന്നിത്തല ആഭ്യന്തരവും വിജിലൻസും കൈയാളും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യാനാണ് സാധ്യത. വകുപ്പുകളിൽ ധാരണയായെന്നും അത് പിന്നീട് അറിയിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരള കോൺഗ്രസിൽ നിന്നുമാണ് ചീഫ് വിപ്പ് ഉള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെടുക്കപ്പെട്ട തീരുമാനമാണ് മന്ത്രിപ്പട്ടിക തയ്യാറാക്കിയതെന്നും അർഹതപ്പെട്ട ഒരുപാട് പേരെ ഉൾക്കൊള്ളിക്കാനായില്ലെന്നും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് പട്ടിക തയ്യാറാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വമ്പൻ സർപ്രൈസുകളായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷിൻ്റെയും കൽപ്പറ്റ എം.എൽ.എ. ടി. സിദ്ദിഖിൻ്റെയും അങ്കമാലി എം.എൽ.എ. റോജി എം. ജോണിൻ്റെയും പ്രവേശനം. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റത്തിൽ സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റിട്ട തൃശൂർ ജില്ലയിൽ വിഭാഗീയത തുടർക്കഥ. കോൺഗ്രസിന്റെ വിജയങ്ങളിൽ നടക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ പോലും ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടുന്നതിൽ മുതിർന്ന നേതാക്കളടക്കം അതൃപ്തിയിൽ. തൃശൂർ കോൺഗ്രസിൽ പുനഃസംഘടന വേണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്ത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ DCCക്ക് കടുത്ത വീഴ്ചയുണ്ടായെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ സംസ്ഥാനത്തുടനീളം ആഹ്ലാദ പ്രകടനങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും തൃശൂർ ജില്ലയിൽ പ്രധാന ചുമതലയുള്ള നേതാക്കൾ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ വിട്ടുനിന്നത് കടുത്ത അതൃപ്തിക്ക് ഇടയാക്കി. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി പ്രവർത്തകർക്ക് അറിയിപ്പ് കൊടുത്ത ലഡുവും പായസവും കരുതിയവർ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാതെ മുങ്ങിയത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. സംസ്ഥാനത്ത് ആര് മുഖ്യമന്ത്രിയായാലും പക്ഷഭേദമില്ലാതെ രംഗത്തിറങ്ങേണ്ടവരല്ലേ ഇവരെന്നും പ്രവർത്തകർ ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ DCCക്ക് കടുത്ത വീഴ്ചയുണ്ടായെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യഘട്ടത്തിലെ ആശയക്കുഴപ്പങ്ങൾ ഒഴിച്ചാൽ സ്ഥാനാർത്ഥി നിർണയം തർക്കമില്ലാതെ പൂർത്തിയായെങ്കിലും പ്രചാരണം അമ്പേപ്പാളി. പ്രമുഖ നേതാക്കളെയടക്കം ജില്ലയിൽ എത്തിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. KC വേണുഗോപാൽ ചില സ്ഥാനാർത്ഥികൾക്കു വേണ്ടി മാത്രമാണ് എത്തിയത്. ജില്ലാ നേതൃത്വത്തോടുള്ള അതൃപ്തി കാരണം വി.ഡി. സതീശൻ ജില്ലയിൽ എത്തിയതേയില്ല. ജില്ലാ നേതൃത്വം ക്ഷണിച്ചില്ലെന്ന പരിഭവവും പങ്കുവച്ചു. തൃശൂരും ചാലക്കുടിയും മാത്രമായിരുന്നു സതീശൻ വിജയിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂരടക്കം സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് വിജയിച്ചത്. സംസ്ഥാന നേതാക്കളെ എത്തിച്ചിരുന്നെങ്കിൽ പുതുക്കാടും ഒല്ലൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വിജയിക്കാൻ ആകുമായിരുന്നു എന്ന് സ്ഥാനാർത്ഥികൾ തന്നെ പരാതി പറഞ്ഞു. ചാണ്ടി ഉമ്മനും സച്ചിൻ പൈലറ്റുമടക്കം ഇവിടങ്ങളിൽ എത്തിയത് അതാത് മണ്ഡലങ്ങളുടെ ചുമതലയുണ്ടായിരുന്നവരുടെ മിടുക്കുകൊണ്ടാണ്. തൃശൂരിൽ രാജൻ ചെ പല്ലനു വേണ്ടി അടുത്ത സുഹൃത്തുക്കളായ രണ്ടാം നിര നേതാക്കൾ മാത്രമാണ് പ്രചാരണത്തിന് എത്തിയത്. തൃശൂരിൽ പ്രിയങ്കയെയും രാഹുലിനെയും എത്തിക്കാൻ ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ നീക്കം നടന്നെങ്കിലും ജില്ലാ നേതൃത്വം ഇടപെട്ട് വെട്ടിയെന്ന ഗുരുതരാരോപണവും ഒരു വിഭാഗം ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധി കുന്നംകുളത്ത് പ്രചാരണത്തിനെത്തിയപ്പോൾ മണ്ഡലം സമ്മേളനത്തിനുണ്ടാവാനുള്ള ആളുകൾ പോലും ഉണ്ടായില്ല. ഇടതിന്റെ ശക്തി കേന്ദ്രമായ പാലക്കാടടക്കം UDF നേട്ടമുണ്ടാക്കിയപ്പോഴും തൃശൂരിൽ കാര്യമായ വിജയം ഉണ്ടാകാതിരുന്നത് ജില്ലാ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും DCC ഭാരവാഹികൾക്ക് ചുമതല വിഭജിച്ചു നൽകിയില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ K. മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെയുണ്ടായ ഉലച്ചിലിനു ശേഷം പുതിയ നേതൃത്വം എത്തിയിട്ടും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടി തൃശൂരിൽ അസ്ഥികൂടം മാത്രമാണെന്നാണ് പ്രവർത്തകർ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ മാത്രമാണ് മിന്നും ജയം.
അത് സ്ഥാനാർത്ഥികളുടെ ഗുണം കൊണ്ടാണെന്നും നിയോജക മണ്ഡലം തലത്തിൽ തൃശൂരും ചാലക്കുടിയും ഒഴിച്ചാൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രവർത്തകർ വിമർശിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്കും കാര്യമായ നേട്ടം ഉണ്ടായില്ല. ജില്ലയിലെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം നടപടിയെടുക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനമനുസരിച്ച് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം മെയ് 23-24 തീയതികളിലായി പി. വെമ്പല്ലൂർ SB അവന്യൂ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുരളി പെരുന്നെല്ലി പ്രതിനിധി സമ്മേളനവും ജില്ലാ വർക്കിംഗ് കമ്മിറ്റി സെക്രട്ടറി PK ഡേവിസ് പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യും. ഇന്ന് എല്ലാ യൂണിറ്റുകളിലും പതാക ദിനാചരണം നടത്തി. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് KK അബീദ് അലി സമ്മേളന നഗറിൽ പതാക ഉയർത്തി. ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഏരിയ സെക്രട്ടറി MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വില്ലേജ് സെക്രട്ടറി PA സിദ്ദിഖ്, പ്രസിഡന്റ് EV സുരേന്ദ്രൻ, CC ജയ, NV ഷാജി, പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. ബാലവേദി കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ KR വൈഷ്ണവി പതാക ഉയർത്തി. സിനിമാ സംവിധായകൻ ഷാജി അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ER ജോഷി അധ്യക്ഷത വഹിച്ചു. കണ്ണൻ അരയങ്ങാട്ടിൽ മുഖ്യാതിഥിയായി. NC പ്രശാന്ത്, VR രമേശ്, രശ്മി ജോഷി, TJ സാലിഹ എന്നിവർ, MD സുരേഷ്, ദിവ്യ, അനീഷ്, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബിരിയാണി സിനിമയുടെ സംവിധായകൻ സജിൻ ബാബു ക്യാമ്പ് സന്ദർശിക്കുകയും കുട്ടികളോട് സംവദിക്കുകയും ചെയ്തു. TCMF കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് വിതരണം ചടങ്ങ് അന്നമനട NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അഞ്ജലി സത്യനാഥ് ഉദ്ഘാടനം ചെയ്തു. സത്യം പറയാലോ, കരാട്ടയുടെ ABCD എനിക്ക് അറിയില്ല. സിനിമയായിട്ടാണ് കുറച്ച് ബന്ധമുള്ളത്. നിങ്ങൾക്കറിയുന്ന ബെന്നി മാസ്റ്ററിനെ അല്ല എനിക്കറിയാം. എനിക്കറിയുന്നത് ഞങ്ങളുടെ ബെന്നി ചേട്ടനെയാണ്. എന്നെ ഇത്തിരിക്കോളം മുന്നേറിയിരിക്കുന്ന കുറേ കുട്ടികളില്ലേ, ഈ പരുവത്തിലെ തൊട്ട് കാണാനാണ് ബെന്നി ചേട്ടനാണ്. അല്ലേ ബെന്നി ചേട്ടാ? അപ്പോൾ അങ്ങോട്ട് എൻ്റെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ബെന്നി ചേട്ടൻ എൻ്റെ അടുത്തൊരു ആവശ്യം പറഞ്ഞു, ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ബെന്നിച്ചേട്ടനല്ല, എൻ്റെ സങ്കല്പത്തിലുള്ള ബെന്നിച്ചേട്ടനല്ല യഥാർത്ഥ ബെന്നിച്ചേട്ടൻ എന്ന് മനസ്സിലായി. ഇത്രയധികം കുട്ടികൾക്ക് കരുത്തും ആത്മവിശ്വാസവും പകരുന്ന ഒരു വലിയൊരു സംഘടനയുടെ മുന്നിൽ നിൽക്കുന്ന ആളാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും അടുത്ത് കിടന്നിട്ടും ബെന്നിച്ചേട്ടാ നിങ്ങളെ അറിയാൻ വൈകി ക്ഷമിക്കുക. ബെന്നിച്ചേട്ടൻ നമുക്ക് കരാട്ടെ ബെന്നിയായി പിന്നീട്, പക്ഷെ അപ്പോഴും എന്താണ് കരാട്ടെ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു മകളുണ്ട്, അവളെ കരാട്ടെ പഠിപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഭൂലോകം പഠിച്ചത് പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആളെ കൂട്ടാക്കണില്ല. എന്തായാലും ഇതിന് കൊണ്ടുവരേണ്ടതായിരുന്നു. കണ്ടിരുന്നെങ്കിൽ അവൾക്കും ആഗ്രഹം വന്നേനെ. ഞാൻ എന്തായാലും പഠിപ്പിക്കാൻ ശ്രമിക്കും. എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഈ പ്രായത്തിൽ ഇനി നടക്കൂ. ഞാൻ വരട്ടെ. പ്രസിഡന്റ് ഷിഹാൻ ബെന്നി PT അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യൻ ചീഫ് കോഷി മധു വിശ്വനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അൽജോ K ജോൺ, സിഫു ജോൺസൺ KV, സാംജി ജോസ്, മൃദുല മധു എന്നിവർ സംസാരിച്ചു. 135ഓളം പ്രതിഭകൾക്ക് ബ്ലാക്ക് ബെൽറ്റും 1-3 ഡാൻസ് സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VD സതീശൻ മന്ത്രിസഭയിലേക്ക്. കൊടുങ്ങല്ലൂർ MLA OJ ജനീഷും. സംസ്ഥാന യുവജനക്ഷേമ വകുപ്പാണ് OJ ജനീഷിനായി നീക്കിവച്ചിരിക്കുന്നത്.
സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റിട്ട തൃശൂർ ജില്ലയിൽ വിഭാഗീയത തുടർക്കഥ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ DCCക്ക് കടുത്ത വീഴ്ചയുണ്ടായെന്നും പ്രവർത്തകർ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനമനുസരിച്ച് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.